യുണൈറ്റഡ് നേഷൻസ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ കണക്കനുസരിച്ച് ലോകത്ത് ഏറ്റവും അധികം ആളുകൾ കഴിക്കുന്ന 10 മാംസങ്ങൾ ഏതൊക്കെയാണെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് പരിചയപ്പെടാം. ലോകത്ത് ഏറ്റവും അധികം ആളുകൾ കഴിക്കുന്ന മാംസങ്ങളിൽ 10ാം സ്ഥാനത്താണ് റാബിറ്റ് മീറ്റ്, മുയലിറച്ചി. പലരും മുയലിന്റെ മാംസം തങ്ങളുടെ ആദ്യ ചോയ്സായി തിരഞ്ഞെടുക്കാറില്ല. കാരണം മുയലിന്റെ മാംസത്തിന് വളരെ വ്യത്യസ്തമായ ഒരു രുചിയുണ്ട്. ചൈനയും ഉത്തര കൊറിയയുമാണ് മുയലിന്റെ മാംസത്തിന്റെ ഏറ്റവും വലിയ ഉപഭോക്താക്കൾ. അമേരിക്കയിൽ മുയലിന്റെ മാംസം സ്ഥിരമായി കഴിക്കുന്നവരുണ്ട് എന്ന് വെച്ച് ഇത് അത്ര ജനപ്രിയമല്ല. ഏറ്റവും കൂടുതൽ കഴിക്കുന്ന മാംസത്തിൽ 9ാം സ്ഥാനത്താണ് ഗൂസ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഗൂസ് ഇറച്ചി ഒരു ആഡംബരതരം മാംസം പോലെയാണ്. ഇതിന്റെ ഇറച്ചി മികച്ച രുചിയും കൂടുതൽ പോഷക ഗുണവും നൽകുന്നു. അതിനാൽ തന്നെ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ഗൂസ് ഒരു ജനപ്രിയ മാംസമായി തുടരുന്നു. ബഫല്ലോ, എരുമ അല്ലെങ്കിൽ കാട്ടുപോത്ത് ലോകത്ത് ഏറ്റവും അധികം ഉപയോഗിക്കുന്ന മാംസങ്ങളിൽ ഇവ 8ാം സ്ഥാനത്താണ്. കാട്ടുപോത്ത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ അത്ര ജനപ്രിയമല്ലെങ്കിലും ഇത് ലോകത്തിന്റെ മറ്റ് ഭാഗങ്ങളിലുണ്ട്. ഏഷ്യൻ രാജ്യങ്ങൾ പ്രത്യേകിച്ച് ഓരോ വർഷവും ധാരാളം എരുമകളെ കഴിക്കുന്നു. എരുമകൾ ധാരാളം മാംസം ഉൽപ്പാദിപ്പിക്കുന്നതിനാൽ അവ ഒരു പ്രധാന പ്രോട്ടീൻ ഉറവിടമാണ്. ഇന്ത്യയിൽ ധാരാളം എരുമകൾ ഉണ്ടെങ്കിലും അവർ പ്രാഥമികമായി അവയെ മാംസം ഉൽപ്പാദനത്തെക്കാൾ പാൽ ഉൽപ്പാദനത്തിനായി ഉപയോഗിക്കുന്നു. ഏറ്റവും കൂടുതൽ കഴിക്കുന്ന മാംസത്തിൽ താറാവ് 7ാം സ്ഥാനത്താണ്. താറാവ് ചൈനയിലും ഇന്ത്യയിലും പ്രത്യേകിച്ചും ജനപ്രിയമാണ്. ചൈനക്കാർ പ്രത്യേകിച്ച് പെക്കിൻ താറാവ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നു. താറാവ് കൊഴുപ്പ് കൂടുതലാണ്, അതിനർത്ഥം ഇത് വളരെ രുചികരമാണ്. പ്രത്യേകിച്ച് മഞ്ഞുകാലത്ത് ശരീരം ചൂടാകാൻ ഇത് കൂടുതൽ ഉപയോഗിക്കാറുണ്ട്. ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്ന മാംസങ്ങളിൽ 6ാം സ്ഥാനത്താണ് ടർക്കി. ഇത് ബ്രോയിലർ ചിക്കൻ പോലെയാണ്, പക്ഷേ ഘടന അല്പം വ്യത്യസ്തമാണ്. വടക്കേ അമേരിക്കയിലും മെക്സിക്കോയിലും ടർക്കി അല്പം ജനപ്രിയമാണെങ്കിലും ഇത് മറ്റ് രാജ്യങ്ങളിലും ഇത് കൂടുതൽ ജനപ്രിയമാകാൻ തുടങ്ങിയിരിക്കുന്നു. ഏറ്റവും കൂടുതൽ കഴിക്കുന്ന മാംസത്തിൽ ഗോഡ് മീറ്റ് അതായത് ആട്ടിറച്ചി 5ാം സ്ഥാനത്താണ്. ഇവ ഒരുപാട് രാജ്യങ്ങളിൽ വളരെ ജനപ്രിയമാണ്. ചില രാജ്യങ്ങൾക്ക് കന്നുകാലികളെ വളർത്തുന്നതിനുള്ള ഉയർന്ന വില താങ്ങാൻ കഴിയാത്തതിനാൽ അവർ മാംസത്തിനായി ആടുകളെ വളർത്തുന്നു. ചില രാജ്യങ്ങളിൽ ആട് ജനപ്രിയമായതിന്റെ ഒരു കാരണം ചുവന്ന ഇറച്ചി ഭാഗത്തിലെ ഏറ്റവും ആരോഗ്യകരമായ മാംസമാണ്. ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ടെങ്കിലും ആട്ടിറച്ചിയിലും കൊഴുപ്പ് കുറവാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മാംസങ്ങളിൽ 4ാം സ്ഥാനത്താണ് ലാം മീറ്റ് അതായത് ചെമ്മരിയാടിന്റെ കുട്ടി. ഇവ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ അത്ര ജനപ്രിയമല്ലെങ്കിലും മറ്റ് രാജ്യങ്ങളിൽ അവ വളരെ ജനപ്രിയമാണ്. ചില രാജ്യങ്ങൾ ബീഫ് കന്നുകാലികളിൽ ഇത്രയധികം നിക്ഷേപിക്കാത്തതിന് ധാരാളം കാരണങ്ങളുണ്ട്. പകരം ചെമ്മരിയാടുകളെ വളർത്താനാണ് അവർ ഇഷ്ടപ്പെടുന്നത്. കമ്പിളിയും നൽകാൻ കഴിയുന്നതിനാൽ ചെമ്മരിയാടുകൾ വളരെ സഹായകരമാണ്. ഏറ്റവും കൂടുതൽ കഴിക്കുന്ന മാംസങ്ങളിൽ 3ാം സ്ഥാനത്താണ് ബീഫ്. ഈ ലോകത്തിലെ ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന മാംസത്തിൽ 25% ബീഫ് മീറ്റാണ് ഉള്ളത്. ചില രാജ്യങ്ങൾ മറ്റുള്ളവയേക്കാൾ കൂടുതൽ ബീഫ് കഴിക്കുന്നു. മാംസത്തിലെ കൊഴുപ്പിന്റെ അളവ് പ്രധാനമാണ്. മാംസത്തിന് കുറച്ച് രുചി നൽകാൻ ഇത് സഹായിക്കുന്നു. മറ്റ് മാംസങ്ങളെ അപേക്ഷിച്ച് ബീഫിന് അല്പം വില കൂടുതലാണ്. കന്നുകാലികളെ മേയ്ക്കാൻ കർഷകൻ കൂടുതൽ പണം ചെലവഴിക്കുന്നതിനാൽ അവർ അവരുടെ മാംസം ഉയർന്ന വിലയ്ക്ക് വിൽക്കപ്പെടുന്നു. ആ ഉയർന്ന വില ചില ആളുകളെ ബീഫ് വാങ്ങുന്നതിൽ നിന്ന് വിലക്കും. അതുപോലെ ബീഫ് മറ്റു തരത്തിലുള്ള മാംസങ്ങളെ പോലെ അത്ര ജനപ്രിയമല്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന 2ാമത്തെ മാംസം ചിക്കനാണ്. മാംസം കഴിക്കുന്ന ഒരുപാട് പേർക്ക് ഒരിക്കലും ചിക്കനെ വെറുക്കാൻ സാധിക്കില്ല. അതിനാലാണ് ഇത് വളരെയധികം ജനപ്രിയമായത്. അതുകൊണ്ട് ഇത് ബീഫിനേക്കാൾ ഒരു പടി മുകളിലാണ്, അതായത് 30%. ചെറിയ പൊക്കവും വളർത്താനുള്ള എളുപ്പവും കൊണ്ട് കോഴികളെ വളരെ വിലമതിക്കുന്നു. മാംസം നൽകുന്നതിന് പുറമെ കോഴികൾ മുട്ടയും ഉൽപ്പാദിപ്പിക്കുന്നു. കോഴികളുടെ മറ്റൊരു ഗുണം മൂപ്പ് എത്തുന്നതിന് അധികം സമയമെടുക്കുന്നില്ല എന്നതാണ്. ഇത് വിപണിയിൽ ലഭ്യമായ കോഴിയിറച്ചി അളവ് വർദ്ധിപ്പിക്കുന്നു. ആൻഡ് ഫൈനലി 1ാം സ്ഥാനത്തുള്ള മീറ്റ് ഒരുപാട് പേർക്ക് അത്ഭുതം തോന്നാം. അതാണ് പോർക്ക് മീറ്റ്, പന്നിയിറച്ചി. യുണൈറ്റഡ് നേഷൻസ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ പറയുന്നത് 36% പന്നിയിറച്ചിയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ കഴിക്കുന്ന മാംസം. മോസ്റ്റ്ലി ഇത് വെസ്റ്റേൺ കൺട്രീസിലാണ് കൂടുതലും കഴിക്കുന്നത്. കൂടാതെ ഇത് ആരാണ് അധികം എക്സ്പോർട്ട് ചെയ്യുന്നതെന്ന് നോക്കുകയാണെങ്കിൽ ചൈന. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ഈ ലിസ്റ്റിലുള്ള മുഴുവൻ മാംസങ്ങളും കഴിച്ചവരുണ്ടാകാം. ചിലപ്പോൾ പകുതി കഴിച്ചവരായിരിക്കാം. നിങ്ങൾ ഇതിൽ ഏതൊക്കെയാണ് കഴിച്ചതെന്നും അതിനൊപ്പം ഇതിലെ നിങ്ങളുടെ ഫേവറേറ്റ് മീറ്റ് ഏതാണെന്നും താഴെ കമന്റ് ചെയ്യൂ. ഇറ്റ്സ് മീ ബാസിം. ഹാവ് എ നൈസ് ഡേ.